Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ മക്ക മദീന പോയതൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം കഴിഞ്ഞ 2-3 വീഡിയോസ് നമ്മളത് ഓരോ മക്ക മദീന ജിദ്ദ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കേട്ടോ, ഇപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു റെസിപ്പി വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലക്കൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചിക്കൻ പാലക്ക് ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഇത് നമ്മൾ സാധാരണ കറിക്കുള്ള ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, ഒരു കിഴങ്ങ്, ഒരു സവാള, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പാലക്കാണ് കേട്ടോ. അപ്പം ഒരു കെട്ട് പാലക്ക് ഇല മാത്രമായിട്ട് എടുത്തിട്ട് അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പിന്നെ സവാളയും കിഴങ്ങും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുക്കണം. പിന്നെ പാലക്കും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാലക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വലിയൊരു സവാളയും കിഴങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കെട്ട് പാലക്ക് ഇല മാത്രമായിട്ട് എടുത്തിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം രണ്ടും കൂടെ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഉള്ളത്. പിന്നെ 3 പച്ചമുളകാണ് 2ആയിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാനെടുത്ത മുളക് കുറച്ച് എരിവ് കുറവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാലക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് സാധാരണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ, ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ആ സവാള പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ സവാളയും കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാളയും കിഴങ്ങൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്
ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അതാ കുറച്ച് സമയമായിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ മസാലപ്പൊടികൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂത്ത് വരണം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പൊടികളൊക്കെ കരിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അങ്ങനെ അപ്പോൾ കാണുന്നുണ്ടാവും പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെക്കാം. ഇനിയിപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് കളറിലേക്ക് വരും. അപ്പം അതുവരെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സവാള വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനിലേക്കുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഈ ഒരു സമയത്തിന് നമ്മൾ പാലക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ചിക്കന് നന്നായിട്ട് വെന്തിട്ടാണ് പിന്നെ പാലക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുന്നതുകൊണ്ട് തന്നെ ചിക്കന് ഏകദേശം ഒന്ന് വെന്തിട്ടാണ് പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കന് ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് ചിക്കന് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കും. അപ്പം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് ചൂടായി വരുമ്പം പിന്നെ തീരെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പാലക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം പാലക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ എല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പാലക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. പരിപ്പും പാലക്കും കൂടെ ഉള്ളൊരു കറിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നല്ല ടേസ്റ്റാണ്. വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കൊണ്ടു. അപ്പോൾ അതാ ചിക്കനും പാലക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം പാലക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവശ്യമല്ല. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പാലക്ക് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ അവസാനമായിട്ട് ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. അപ്പം എരിവ് നോക്കിയിട്ട് അതേപോലെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പം ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാലക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും പിന്നെ ചപ്പാത്തി, പൊറോട്ട, പത്തിരി ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാലക്ക് കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കിൻ്റെ കൂടെ പരിപ്പ് ചേർത്തിട്ടുള്ളൊരു കറിൻ്റെ റെസിപ്പിയും പിന്നെ ആലു പാലക്കിൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിപ്പ് പാലക്ക് കറിൻ്റെയും ആലു പാലക്കിൻ്റെയും ഒക്കെ റെസിപ്പി അത് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആലു പാലക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്